കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ അടുത്ത ആഴ്ചയിൽ ഒരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന തമ്പുരുമോളെ കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ അങ്ങനെ വെളിപ്പെടുവാണ്. എന്തുകൊണ്ടാണ് തമ്പുരുമോൾക്ക് ശബ്ദം നഷ്ടപ്പെട്ടത്, അപ്പൊ അതിന് പിന്നിൽ ആരാണ്, അതോടൊപ്പം തന്നെ ഒരു മനയുടെ രഹസ്യം തന്നെ വെളിവാക്കപ്പെടുവാണ്. പിന്നീട് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ണിമോളും വാവരും ഗിരിദേവനും ഒക്കെ തമ്പുരുമോളെ രക്ഷിക്കുന്നുണ്ട്. തമ്പുരുമോൾക്ക് ശബ്ദം തിരിച്ചു കിട്ടുന്നൊക്കെ ഉണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഉണ്ണിമോളും ഗിരിദേവനും വാവരും ഒക്കെ ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത്, അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് വഴി വെച്ചാണ് തമ്പുരുമോളെ കാണുന്നത്. പിന്നീട് തമ്പുരുമോളുടെ അച്ഛനെ ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ തമ്പുരുമോൾക്ക് ശബ്ദശേഷി ഇല്ല എന്നുള്ള കാര്യം തമ്പുരുവിന്റെ അച്ഛനായ രഘു പറഞ്ഞതിന് ശേഷം ഉണ്ണിമോളൊക്കെ അറിയുന്ന. ഉണ്ണിമോൾക്കും വല്ലാത്ത സങ്കടമായിപ്പോയി. പിന്നെ അന്നപൂർണേശ്വരി ദേവിയുടെ തിരുനടയിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട് ഉണ്ണിമോള്. അപ്പൊ ഉണ്ണിമോള് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉണ്ണിമോളുടെ മനസ്സിലേക്ക് തമ്പുരുമോളുടെ രൂപവും തെളിഞ്ഞു വന്നു. ആ കുട്ടി, അവൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല, അവളെ കാത്തോണേ ദേവി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ഉണ്ണിമോള് വന്നു കഴിയുമ്പോൾ ആൽത്തറയില് തമ്പുരുമോൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ തമ്പുരുമോൾ ആൽത്തറയിൽ ഇരുന്നുണ്ടപ്പോൾ ഉണ്ണിമോള് തമ്പുരുമോളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കയ്യിലിരുന്ന പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആദ്യമൊന്നും തമ്പുരുമോള് ഉണ്ണിമോളുമായിട്ട് അടുക്കാനായിട്ട് കൂട്ടാക്കിയില്ല. ഒരകലിച്ചായിരുന്നു കാണിച്ചിരുന്നത്. കുറെ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അടുത്തില്ല. അവസാനം അവർ രണ്ടുപേരും കൂട്ടാവുകയാണ്. അവർ കൂട്ടായി കഴിഞ്ഞപ്പം അയ്യപ്പസ്വാമിയും മാവരും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. മുത്തശ്ശി ഒക്കെ വരുന്നുണ്ട്. അപ്പം ഉണ്ണിമോളൊക്കെ ആയിട്ട് കൂട്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം തമ്പുരൻ അച്ഛനായ രഘുവിന് ഭയങ്കര സന്തോഷമായി. കാരണം ശബ്ദം നഷ്ടപ്പെട്ടതിന് ശേഷം ഇതുവരെയായിട്ട് അവൾ ആരോടും ഇങ്ങനെ കൂട്ടുകൂടുവോ ഒന്ന് ചിരിക്കുവോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ നന്ദിയൊക്കെ രഘു പറയുന്നുണ്ട്. എൻ്റെ മോള് കുറെ നാളുകളായിട്ട് മുറിക്കുള്ളിൽ തന്നെ അടച്ചിരിക്കുമായിരുന്നു. ആകെ അവൾ വരുന്ന ഈ ക്ഷേത്രത്തിലേക്ക് മാത്രം ദേവിയോട് പ്രാർത്ഥിക്കാനായിട്ട്. അവൾക്ക് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല. അവളുടെ പിന്നാലെ ആരോ ഒരാൾ കൂടിയിട്ടുണ്ട്. അവളുടെ ജീവൻ എപ്പോഴും അപകടത്തില. അവളെ ഞങ്ങൾ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചാണ് നടക്കുക എന്നൊക്കെ പറയണേ. പിന്നീട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോൾക്ക് പറ്റിയത്. ആ സമയത്താണ് രഘു ആ കഥകളൊക്കെ പറയുന്നത്. നന്നായിട്ട് പാട്ട് പാടിക്കൊണ്ടിരുന്നായിരുന്നു. നന്നായിട്ട് പാട്ട് പാടും. അപ്പൊ ആ ഒരു പാട്ടും മേളമൊക്കെ ആയിട്ട് വീട്ടിൽ നല്ല സന്തോഷമായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസമാണ് സംഭവിച്ചത്. അവളുടെ ശബ്ദം പോയി. പക്ഷെ അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഇതിനു മുമ്പ് അവളൊരു ദിവസം അവൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒരു മനയിലേക്ക് പോകുന്നുണ്ട്. ആ മനയെ വെച്ചിട്ട് അവിടെ കുറെ നിധികളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് മനയായിരുന്നത്. കാരണം പാരമ്പര്യമായിട്ട് അവിടെ എല്ലാവരുടെയും നിധികളൊക്കെ സൂക്ഷിച്ചു വെച്ച് ആ മനയിലായിരുന്നു. അങ്ങനെ തമ്പുരിന്റെ അച്ഛൻ്റെ കൂടെ അവിടെ എല്ലാം കണ്ടു നടക്കുന്ന സമയത്ത് ഒരു മുറി കയറിയ സമയത്താണ് അവിടെ നിധി കുമ്പാരങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. തമ്പുരിന്റെ അച്ഛൻ രഘു എന്ത് ചെയ്യണം, ആ നിധികളൊക്കെ പോയി എടുത്തു നോക്കുന്നുണ്ട്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിക്കുന്നത്. അങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് ഒരു നിധികുമ്പം എടുത്ത സമയത്ത് അതിനകത്തുനിന്ന് ഒരു വട്ടത്തിലൊരു കോയിമ്പൊരു സംഭവം വന്ന് തമ്പുരിന്റെ തലയിലേക്ക് വീഴുന്നുണ്ട്. അത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച കാര്യം അറിഞ്ഞുകൊണ്ടല്ല. പക്ഷെ അതാ തമ്പുരിന് മുടിക്കെട്ടിനുള്ളിൽ വന്ന് ഇരിക്കുവാണ്. പക്ഷെ തമ്പുരു അറിഞ്ഞിരുന്നില്ല അത് മുടിക്കെട്ടിനകത്ത് വന്നിരുന്ന കാര്യം. അതോടൊപ്പം തന്നെ രഘു അറിഞ്ഞിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞ ശേഷം ഇവര് വീട്ടിലേക്ക് പോരുവാണ്. പക്ഷെ ഈ നിധിക്കല്ല ഒരു കാവലുണ്ടായിരുന്നു പറയുന്നു. ഒരു രക്ഷസ് കാവലുണ്ടായിരുന്നു. അപ്പോൾ അറിഞ്ഞുകൊണ്ടാണല്ലോ അറിയാതെയാണെങ്കിൽ അവിടുന്ന് ഒരു തരിയെങ്കിലും പൊന്നു പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ആ ഒരു സംഭവം തമ്പുരുമോളുടെ തലയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തമ്പുരു അറിഞ്ഞിരുന്നില്ലോ. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞപ്പം തമ്പുരുവിനെ പിന്തുടർന്ന് ആ നിധിക്ക് കാവല് നിൽക്കുന്ന ആള് വരുവാണ്. അങ്ങനെയാണ് തമ്പുരുവിന് ശബ്ദമൊക്കെ നഷ്ടപ്പെട്ടത്. കാരണം അത് വന്ന് തിരിച്ചു വെച്ച് തമ്പുരുവിന് അത് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. തമ്പുരുവിന് എന്താന്ന് പോലും അറിയത്തില്ല. തമ്പുരു പിന്നീട് ആ സംഭവം ഒരു സ്ലൈഡ് പോലെ ഇരിക്കുന്ന വട്ടത്തിലൊരു സംഭവം ഉണ്ട്. അതും തലയിൽ വെച്ചിട്ട് തമ്പുരു എല്ലാ സ്ഥലത്തൂടെയും പോകുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എവിടുന്ന് കിട്ടിയെന്നോ എങ്ങനെ കിട്ടിയെന്ന് തമ്പുരുവിനും അറിയില്ലായിരുന്നു. പിന്നീട് വൃത്തനായ ഒരാള്, ഒരു മന്ത്രവാദിയെ പോലെ ഇരിക്കുന്ന ഒരാൾ വന്നിട്ട് തമ്പുരുവിനോട് അത് ചോദിക്കുന്നുണ്ട്, കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ തമ്പുരുവിന് എന്താണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ അയാളുടെ തമ്പുരുവിന്റെ ശബ്ദമൊക്കെ കളയുവാണ്. ശബ്ദം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ തമ്പുരു ആകെപ്പാടെ വല്ലാത്തൊരു വിഷമഘട്ടത്തിലായി പോയി. അങ്ങനെ തമ്പുരുവിന്റെ അച്ഛനും അമ്മയും പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, നടത്താത്ത വഴിപാടുകളൊന്നുമില്ല. അവസാനം അവർക്ക് ആ കാര്യം മനസ്സിലാണ്. കാരണം തമ്പുരുവിനെ ആരോ പിന്തുടരുന്നുണ്ട്. തമ്പുരുവിന് ജീവൻ തന്നെ അപകടത്തിലാന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നീട് തമ്പുരു അങ്ങനെ അധികം പുറത്തൊന്നും ഇറങ്ങാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും ആ ഒരു അദൃശ്യ ശക്തി തമ്പുരിനെ പിന്തുടർന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം പുറത്തെങ്ങാനും തമ്പുരി പോയിട്ടുണ്ടെങ്കിൽ തമ്പുരിൻ ജീവൻ അപകടത്തില. ആകെപ്പാടെ വരാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിൽ കടന്നിട്ട് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ക്ഷേത്രത്തിലാകുമ്പോൾ തമ്പുരി സേഫാണ്. പിന്നെ വീട്ടിലൊന്നും ഉള്ളിലും കയറി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ തമ്പുരിന്റെ കഥകളൊക്കെ ഉണ്ണിമോളോടും അയ്യപ്പസ്വാമിയോടും ഒക്കെ പറയുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും
ഉണ്ണിമോള് പറയുന്ന സങ്കടപ്പെണ്ട, തമ്പുരുവിന് ശബ്ദം തിരിച്ചു കിട്ടുമെന്നൊക്കെ പറയാണ്. ഇവിടെ ഒന്ന് അന്നപൂർണേശ്വരി ദേവിയോട് പ്രാർത്ഥിച്ചാൽ മതി, പിന്നെ അയ്യപ്പസ്വാമിയോടും പ്രാർത്ഥിച്ചോ, അയ്യപ്പസ്വാമി പ്രാർത്ഥന കേൾക്കുമെന്നൊക്കെ പറയാം. പക്ഷെ എങ്കിൽ രഘുറാം പറഞ്ഞു, ഞങ്ങൾ ഇനി പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, എവിടെയൊക്കെ നേർച്ചയാണെന്നറിയാം, പക്ഷെ ഇതുവരെയായിട്ടും ഒരു റെസ്പോൺസ്, അതായത് ഒരു ചെറിയൊരു ശബ്ദം പോലും പുറപ്പെടുവിക്കാനായിട്ട് തമ്പുരുമോൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് പറയാണ്. പിന്നീട് തമ്പുരുമോളെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ആ ഒരു വൃത്തനായ അയാൾ കൊണ്ടുപോയി മുറിക്കകത്ത് കൊണ്ട് അടച്ചിട്ടുന്ന ഒരു സീനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അടച്ചിട്ട് കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് അയ്യപ്പസ്വാമി രക്ഷിക്കാനായിട്ട് ചെല്ലുവാണ്. അയ്യപ്പസ്വാമി കടന്നു നീമ്പോ അയാളുമായിട്ട് പിന്നെ അവിടെ ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത്. കാരണം അയാളുമായിട്ട് അയ്യപ്പസ്വാമി ഏറ്റുമുട്ടുന്നുണ്ട് തമ്പുരിന് ജീവന് വേണ്ടിയിട്ട്. അങ്ങനെ ഏറ്റുമുട്ടി തമ്പുരിനെ രക്ഷിക്കുന്നുണ്ട്, തമ്പുരിന്റെ ജീവൻ രക്ഷിക്കുകയാണ്. ജീവൻ രക്ഷിക്കുക മാത്രമല്ല, സംസാരശേഷം തമ്പുരിന് തിരിച്ചു കൊടുക്കുന്നുണ്ട് അയ്യപ്പസ്വാമി. അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ആ വലിയ നിധികൂടമൊക്കെ അയ്യപ്പസ്വാമി പോയി കാണുന്നൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് നോക്കുന്നൊക്കെ ഉണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രമോയി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ആ ആഭരണങ്ങളാണോ ആടയാഭരണങ്ങളാണോ അയ്യപ്പസ്വാമിക്ക് കിട്ടാൻ പോണെന്ന് അറിയത്തില്ല. ഉണ്ണിമോൾക്ക് വലിയ നിധി കിട്ടുമെന്നൊക്കെ അന്നപൂർണേശ്വരി ദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നിധിയാണെന്ന് പറയാൻ പറ്റില്ല അത് ഇനി. അപ്പൊ ആ നിധി എടുത്തിട്ടാണ് ഉണ്ണിമോള് അയ്യപ്പസ്വാമിക്ക് സമ്മാനിക്കുന്നതെന്നും അറിയില്ല. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരു അടിപൊളി വിശേഷം ഇനി വരാൻ പോകുന്നത്. ഇനി കുറെ ദിവസങ്ങളിൽ തമ്പുരിന്റെ കഥകളൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. തമ്പുരിനെ രക്ഷിക്കുന്നു, തമ്പുരിന് സംസാരിച്ച തിരിച്ചു കിട്ടുന്നൊക്കെ ആയിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.